ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ ഇന്നിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നത്, ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ വ്യാപരിക്കുന്നതിന് വേണ്ടി അവരെ നിയമിക്കുകയാണ്. യേശുവിന് വേണ്ടിയാണ് അവർ അയക്കപ്പെടുന്നത്. അങ്ങനെ ഒരു നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവരെ ആ ഭവനത്തിലെ അല്ലെങ്കിൽ നഗരത്തിലെ ആളുകൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ, വിമുഖത പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ പാദത്തിലെ പൊടി പോലും തട്ടിയിട്ടിട്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുവിനെന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ അയക്കപ്പെടുന്നവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട് അയക്കുന്നവനാണ്. ഒന്നാമത്തെ വായനയിലൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറുപ്പത്തിലെ വിൽക്കപ്പെട്ട ജോസഫ് ഫറവോയുടെ ഭവനത്തിൽ കാര്യസ്ഥനായി മാറുമ്പോൾ ഇസ്രയേലിൽ ധാന്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ആളറിയാതെ വന്ന് പിതാവിനോടൊപ്പം ധാന്യം വാഹിക്കുന്നതിന് വരുമ്പോൾ വിൽക്കപ്പെട്ട ആ സഹോദരനെക്കുറിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിൽ നിരന്നു നിൽക്കുന്ന, യാചിച്ചു നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് വിഷമാവസ്ഥയിലാവുന്ന ജോസഫ്. ദൈവത്തിനൊരു തിരഞ്ഞെടുപ്പുണ്ട്, അത് അവിടുത്തെ പദ്ധതി മഹത്താണ്, ആർക്കും നിഷേധിക്കാനാവാത്തൊരു സത്യവുമാണ്. ആകയാൽ സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.